ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ പ്രിയങ്കയുടെയും വികാസിൻ്റെയും എൻഗേജ്മെൻറ്റ്, മറാഠിയിൽ സാക്കർപുടി എന്ന് പറയും, അതിൻ്റെ ഫംഗ്ഷന് വേണ്ടി മീറജ് വന്നതാണ്. മീറജ് എന്ന് പറഞ്ഞാൽ പൂനെയിൽ നിന്നൊരു 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. എനിക്ക് പോകുന്ന വഴിയൊന്നും കാണിക്കാൻ പറ്റിയില്ല നിങ്ങളെ. അപ്പം ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി പ്രിയങ്കയുടെ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ഹോളിലേക്ക് പോകണം. അപ്പോൾ പ്രിയങ്കയും വികാസിൻ്റെ കൂടെ തന്നെയാണ് വന്നത്. വികാസും ഞങ്ങളുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് വന്നേ. പ്രിയങ്കയുടെ വീട്ടിലെത്തി. അവിടുത്തെ ഗണപതിയുടെ ഫോട്ടോയാണിത്, അവരുടെ വീട്ടിലെ ഗണപതിയുടെ മൂർത്തി. അപ്പം ആദ്യ ഗണപതിയാണ് കാണിക്കുന്നത് ഞാൻ. ഇത് വികാസിൻ്റെ അടുത്തിരിക്കുന്ന, ഇപ്പോൾ ഫോൺ എടുത്തിരിക്കുന്നതാണ് പ്രഥമേഷ്. പ്രിയങ്ക ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഹോളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എടുക്കുന്ന സാരിയാണ്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ സാരി എടുത്തപ്പോൾ നമ്മൾ. അപ്പം ഒരുങ്ങിയിട്ടൊന്നുമില്ല, ആഭരണമൊന്നും ഇട്ടിട്ടില്ല. അവളെ ഒരുക്കിയെടുക്കുകയാണ് ഹോളിലേക്ക് പോകാൻ. ഹോളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറുക്കൻ കൂട്ടർ കൊടുക്കേണ്ട സാരിയാണ് ഉടുക്കേണ്ടത്. അതൊരു പച്ച സാരി ആയിരിക്കും. ഇവരുടെ വീട്ടുകാരെല്ലാം ഇരിക്കുകയാണ്. എല്ലാവരും പോകാൻ ഒരുങ്ങുക. എൻ്റെ കൂടെ സുവർണയും മാനസിയും, ഞങ്ങൾ 3 പേരും പ്രഥമേഷ് വന്നത്. വികാസ് ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്തു. ഇത് എൻട്രി ചെയ്യാനുള്ള ഇതിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. പൂജ കഴിഞ്ഞ് നമ്മൾ ചെറുക്കൻ കൂട്ടിന് പെണ്ണിൻ്റെ വീട്ടുകാർ ഡ്രസ്സ് കൊടുക്കും. അത് മാറിയിട്ടു ഒരു കുർത്ത പൈജാമ നെഹ്റു ജാക്കറ്റാണ് ഇടുന്നത്. പ്രിയങ്കയും വികാസിനെയും കൂടെ ഇരുത്തിയിട്ട് വീട്ടുകാർ ഹൽദിയും കുങ്കുമവും തൊട്ട് ആരതി ചെയ്യുന്നുണ്ട്, അടുത്ത പരിപാടിക്ക് ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ്. ആരതി ഒഴിവാണ്. അക്ഷതയ്ക്ക് വരെ പൂവാണ് ഇടുന്നത്. ഇപ്പോൾ പൂവിട്ട് ആരതി ഒഴിഞ്ഞു. ഇനിയും പ്രിയങ്കയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് മുമ്പ് അവർക്ക് ഗ്രീൻ കളർ സാരി ഉടുക്കണം. അത് ചെറുക്കൻ കൂട്ടർ കൊടുത്തതാണ്. പ്രിയങ്കയെ സാരി ഉടുപ്പിച്ചു. ഡാർക്ക് ഗ്രീൻ സാരിയാണ് എടുത്തത്. കൂട്ടുകാരെല്ലാം കൂടെ പ്രിയങ്ക ഒരുക്കുകയാണ്. നമ്മൾ ഹോളിൽ ചെന്നു. ഹോളിൽ പൂജാരി പൂജ തുടങ്ങി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അക്ഷയൻ്റെ എൻഗേജ്മെൻറ്റിന് പറഞ്ഞിരുന്നു, ആദ്യമേ ഒരു കുടത്തിൽ തേങ്ങ വെച്ച് ലക്ഷ്മിയായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ പൂജ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻഗേജ്മെൻറ്റിൻ്റെ പൂജകൾ തുടങ്ങുന്നത്. അക്ഷയൻ്റെ സുസ്മിതയും കല്യാണം പോലെയല്ല, ഇവിടെ കുറച്ചൊരു ഷോർട്ട് കട്ട് ആ പൂജാരി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. മന്ത്രങ്ങളൊന്നും അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ഷോർട്ട് കട്ട് പൂജയാണ് അങ്ങേര് നടത്തിയത്. പൂജ നടക്കുകയാണ്. അത് ലക്ഷ്മിയെ പൂജിച്ചിട്ടാണ്. ലൈറ്റിൻ്റെ അല്പം പ്രോബ്ലം ഉണ്ടായിരുന്നു, ആളുകൾ തിരക്കി നിൽക്കുന്ന കാരണം. അതുകൊണ്ട് ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ക്ഷമിക്കണം.
പൂജ കഴിഞ്ഞിട്ട് ഇനിയും പരസ്പരം മോതിരം ഇടാൻ ആണ് പൂജാരി പറയുന്നത്. മോതിരം ഇടാൻ വേണ്ടി ചെറുക്കനും പെണ്ണും എണീറ്റിട്ടുണ്ട്. ആദ്യമേ പ്രിയങ്കയാണ് മോതിരം ഇടുന്നത്. മോതിരം ഇടുന്നതിന് മുമ്പ് പേട മധുരം, മഹാരാഷ്ട്രയിലെ ഒരു മിഠായിയാണ് പേട. അത് ചെക്കന് കൊടുത്തു കഴിഞ്ഞിട്ട് മോതിരം ഇടാൻ പോവാണ്. വലത്ത് കൈയിലെ മോതിര വിരലിലാണ് ചെക്കന് മോതിരം ഇടുന്നത്. പ്രിയങ്ക മോതിരം ഇട്ടു. ഫോട്ടോഗ്രാഫർ മോതിരം കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇനിയും വികാസ് പ്രിയങ്കയ്ക്ക് മോതിരം ഇടാൻ പോവാണ്. അതിന് മുമ്പ് മധുരം കൊടുത്തു. അത് കഴിഞ്ഞ് മോതിരം ഇടുന്നു. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. വികാസും പ്രിയങ്കയും മറാഠ എന്ന് പറയുന്ന കാസ്റ്റിലുള്ളതാണ്. അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സുസ്മിതയുടെ അക്ഷയൻ്റെ എൻഗേജ്മെൻറ്റിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതും 2 ഭാഗങ്ങളാണ്. ഇത് മീറജ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടുവേർഡ്സ് സൗത്താണ്. മീറജിനടുത്ത് തന്നെ കർണാടക ബോർഡറാണ്. വികാസും പ്രിയങ്കയും 2 പേരും സിവിൽ എഞ്ചിനീയേഴ്സാണ്. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പം അതുപോലെ ഞങ്ങൾ ഞാനും പ്രിയങ്കയും ഒന്നിച്ച് ഒരു ഫ്ലാറ്റാണ് ഷെയർ ചെയ്യുന്നത്. ഇത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയുമാണ്. പ്രിയങ്കയുടെ അച്ഛനും അമ്മയാണ്. ചെറുക്കന് മധുരം കൊടുക്കുകയാണ്. ചെറുക്കന് മധുരം കൊടുത്ത് ചെറുക്കനെ ഫോട്ടോഗ്രാഫറാണ് 2 പേരും ഒന്നിച്ച് മധുരം കൊടുക്കാനൊക്കെ പറയുന്നത്. ചെറുക്കന് മധുരം കൊടുത്തു കഴിഞ്ഞ് ചെറുക്കന് മാലയിട്ട് അവർ സത്കരിക്കും. അതേപോലെ തന്നെ പെണ്ണിൻ്റെ ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിന് മധുരം കൊടുത്ത് അവളെയും മാലയിടും. നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ ഓരോരുത്തർ കരുതും എൻഗേജ്മെൻറ്റിന് 2 പേരും എന്താ മാല ഇട്ടേക്കുന്നതെന്ന്. ഇതങ്ങനെയല്ല, പരസ്പരമല്ല മാലയിടുന്നത്. പരസ്പരം പേരൻസാണ്. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിനുമാണ് മാലയിടുന്നത്. ഇതാണ് വികാസിൻ്റെ അച്ഛനും അമ്മയും. അവർ ബീഡ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ ബീഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വികാസ് വരുന്നത്. അവർ കൃഷിക്കാരാണ്.
ഇതിൽ ഒരുപാട് കൃഷിയൊക്കെയുള്ള മനുഷ്യരാണ്. പ്രിയങ്കയുടെ അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മയാണ് രണ്ടുപേരും സർവീസ് ചെയ്യുകയാണ്. ഒരു അച്ഛനും അമ്മയുടെ ഫോട്ടോ എടുക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിക്കുക. പ്രിയങ്കയുടെ അച്ഛനും അമ്മയും. ഞാനും ഫോട്ടോ എടുക്കാൻ പോയി. കാരണം രണ്ടുപേരും എൻ്റെ കുട്ടികൾ, രണ്ടുപേരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ. അതുകൊണ്ട് അവർ എന്നെയും കൂടെ പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് പ്രഥമേഷ്, അവനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സുവർണയുടെ എൻഗേജ്മെൻറ്റ് നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മാൻസിയുണ്ട്. അടുത്ത എൻഗേജ്മെൻറ്റ് മാൻസിയുടെ ആണെന്ന് ഞാൻ മാൻസിയോട് പറഞ്ഞു. മാൻസി ഇവരും സിവിൽ എഞ്ചിനീയേഴ്സാണ്, ബിടെക് കഴിഞ്ഞവരാണ്. ഇപ്പം വികാസിൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ്. വികാസിന് 4 സിസ്റ്റേഴ്സാണ്. അവരുടെ കൂടെയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്.